കേരള സർക്കാരിനെ കൊണ്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ടും ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഹിന്ദു ഏകീകരണം എന്നുള്ള ഒരു സംഗതിക്ക് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം CPM സംഘടിപ്പിച്ചതെന്നാണ് എൻ്റെ കണക്ക്. അവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഗവൺമെൻറ്റിനെ കൊണ്ട്, കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം സുകുമാരൻ നായർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം അദ്ദേഹം പതിവില്ലാതെ സമദൂര സിദ്ധാന്തം എന്നുള്ളത് മറന്നിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് അദ്ദേഹം പുകഴ്ത്തി. മാത്രമല്ല അയ്യപ്പ സംഗമം ഒരു വലിയ സംഭവമാണ് എന്നും അയ്യപ്പ സങ്കല്പത്തോട് ശബരിമലയോട് ചെയ്ത അപരാധങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഇനി മറന്നു കളയാം എന്നുള്ള മട്ടിൽ അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അടിസ്ഥാനപരമായി ഇവർ രണ്ട് കൂട്ടരും രണ്ട് ധ്രുവങ്ങളിലാണ്. കാരണം അവരുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന മാതിരി സംവരണമാണ്. അതിൽ വെള്ളാപ്പള്ളി നിൽക്കുന്നത് SNDPയുടെ നേതാവ് എന്നതിലധികം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. എങ്ങനെ കാരണം വെച്ചാൽ BDJS എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അവരാണെങ്കിൽ NDAയിലെ സഖ്യകക്ഷിയാണ്. അപ്പോൾ BJPയുടെ പാളയത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഭാഗത്ത് BJPക്കും ഒരു ഭാഗത്ത് CPMനും പ്രയോജനമുള്ള ഒരു ഇരട്ടക്കളിയാണ് ഇതിനകത്തുള്ളത്. അത് എങ്ങനെ വന്നാലും അതിൻ്റെ പ്രയോജനം NSSനേക്കാൾ SNDPക്കാണ്. അപ്പോൾ അതിൽ വളരെ വ്യക്തമാണ്. കാരണം ഈ സംസാരിക്കാൻ വരുന്ന ആളാരാണ്? തുഷാർ വെള്ളാപ്പള്ളി SNDP നേതാവല്ല, അദ്ദേഹം BDJSൻ്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ വെള്ളാപ്പള്ളി അല്ല വരുന്നത്, കാരണം SNDP നേതാവല്ല വരുന്നത്, വരുന്ന ആരാണ്? ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അത് മൊത്തം രാഷ്ട്രീയമാണ് എന്നുള്ള ഒരു സംഗതി, ഒരു തിരിച്ചറിവ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുണ്ടായി. പൊതുവെ ആളുകൾക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ്. അവർ ചർച്ച ചെയ്തപ്പോൾ അത് തീർന്നു. പിന്നെ ഇത്തരം ഐക്യ ചർച്ചകൾ നേരത്തെ ഉണ്ടല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 2014 അതൊക്കെ തകർന്നു പോയത് ഈ രണ്ട് സംഘടനകളുടെയും ജാതി സംവരണത്തിന് അനുകൂലവും പ്രതികൂലവുമായ താല്പര്യം എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇനി BJPയുടെയോ CPMൻ്റെയോ ചട്ടുകമാവാൻ NSS നിൽക്കണ്ട എന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറയുമ്പോൾ സുകുമാരൻ നായർക്ക് അത് അംഗീകരിച്ച് അതിനനുസരിച്ച് ഇനി ഐക്യം വേണ്ട എന്ന് പറയാനേ പറ്റുള്ളൂ. ഇതിലുള്ളൊരു തമാശ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് തകർത്തത് മുസ്ലിം ലീഗാണ് എന്ന് ഏതായാലും വെള്ളാപ്പള്ളി നടേശന് പറയാൻ നിവൃത്തിയില്ല. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ CPIMൻ്റെ നേതൃത്വത്തിലാണ് ഈ ഐക്യ പദ്ധതി ഉണ്ടായത്. ഹിന്ദു സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജാതി സംഘടനകൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. അവർ കൺസോളിഡേറ്റഡ് ആയിട്ട് നിന്നിട്ട് എന്ത് പറയുന്നു? സതീശൻ പോരാ എന്ന് പറയുന്നു, സർക്കാർ കൊള്ളാമെന്നും പറയുന്നു. അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സത്യത്തിൽ കാരശ്ശേരി CPM ആയിരുന്നുവല്ലോ. ആ നിലയ്ക്ക് CPMന് ഒരു ആഘാതമാകുന്നുണ്ടോ ഇന്നത്തെ ഈ ദിവസം? തീർച്ചയായിട്ടും. കാരണം CPM അങ്ങനെ പറയുന്നത് വളരെ കഷ്ടമാണ്, പക്ഷേ സത്യമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കുറേ കാലമായിട്ടുള്ള പ്രസ്താവനകൾ, AK ബാലൻ്റെ പ്രസ്താവന, മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന, മറ്റ് പലരുടെയും പലതരത്തിലുള്ള പ്രസ്താവനകളും ചില മൗനങ്ങളും ഒക്കെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അകറ്റി നിർത്തുകയും ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുകയും ചെയ്യുക. അതിൻ്റെ കൃത്യമായ അജണ്ടയാണ് ആഗോള അയ്യപ്പ സംഗമം. അത് NSS SNDP സൗഹൃദത്തിന്, അവരുടെ ഐക്യത്തിനുള്ള വേദി ഒരുക്കിയത് CPM ആണ്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്, പെട്ടെന്ന് അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് LDFനാണ് എന്നുള്ളതിനെപ്പറ്റി യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതിൻ്റെ അടി കിട്ടുന്നത് NSS ഇപ്പോൾ ഇങ്ങനെ നിലപാടെടുത്താൽ അത് തിരിച്ചടിയാവുന്നത് തീർച്ചയായിട്ടും LDFനാണ്, പ്രത്യേകിച്ച് CPMനാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു തർക്കമില്ല. ശരി, അപ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാറ്റ് NSSൻ്റെ ഡയറക്ടർ ബോർഡിനെ സ്വാധീനിച്ച ഒരു വിഷയമായിരിക്കുമോ കാരശ്ശേരി? നമ്മൾ ഇപ്പോൾ SNDP യൂണിയൻ്റെ കൂടെ കൂടിയിട്ട് ബഹളം വയ്ക്കുന്നു. അതിൻ്റെ ഗുണം ആർക്കാണ്? ഇപ്പോൾ അടുത്ത തവണ കാറ്റുമാറി UDF അധികാരത്തിൽ വന്നാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ ആരൊക്കെയാണ്? അപ്പുറത്ത് സർക്കാർ ആവർത്തിച്ചാൽ മുഖ്യമന്ത്രിയാവുന്നത് ആരായിരിക്കും? ഇപ്പുറത്തൊരു സർക്കാർ വന്നാൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവർ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സവിശേഷത. ഇതിലേതാണ് നമുക്ക് ഏറ്റവും ഗുണപരമായത്? തുടങ്ങിയിട്ടുള്ള ആലോചനകളും ഇന്നത്തെ ഡയറക്ടർ ബോർഡിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും. കാരണം ഇതുവരെയുള്ള പ്രസ്താവന വെച്ചിട്ട് VD സതീശനോട് വെള്ളാപ്പള്ളി നടേശനും
സുകുമാരൻ നായർക്കും രണ്ടുപേർക്കും കയ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുകുമാരൻ നായർ VD സതീശനേക്കാൾ എത്രയോ വലിയ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് ആവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുദ്ദേശിച്ചത് UDF-നകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഒരു തർക്കം ഉൽപ്പാദിപ്പിക്കുക, VD സതീശൻ്റെ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത നശിപ്പിക്കുക തുടങ്ങിയുള്ള ലാക്കാണ് വെച്ചിരുന്നത്. അതിൽ NSS എന്നുള്ള സാമുദായിക സംഘടനയ്ക്ക് മൊത്തത്തിൽ ആ കച്ചവടം ലാഭമാവുകയില്ല, നഷ്ടമാവും. പഴയ സമദൂര സിദ്ധാന്തം തന്നെയാണ് നല്ലത് പുറത്തേക്ക് പറയാനെങ്കിലും. അപ്പോൾ മാനം പോവാതിരിക്കാൻ നല്ലത് ഈ ഐക്യം ഇല്ലാതിരിക്കുകയാണ് എന്ന് ഒരു തിരിച്ചറിവ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ സുകുമാരൻ നായർക്ക് വേറെ നിവൃത്തിയില്ല, അദ്ദേഹം അത് ഏറ്റുപറയുന്നു. കാരണം കാണാം രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞ് വലിയ തമാശയാണ്. അത് എപ്പോഴും ഉണ്ടല്ലോ. കാരണം വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി BJP-യുടെയും CPM-ൻ്റെയും ഇടയ്ക്കുള്ള ഒരു പാലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടാടുന്ന ഒരു ഏർപ്പാട് CPM-നുണ്ട്.